കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയാകുന്നു. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. മല്ലികാർജുന ഖാർഗെ ചുമതലയേറ്റപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഇടക്കാല സംവിധാനം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് തൽക്കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് വലിയ ഉപദ്രവമൊന്നുമില്ലാത്ത ഒരു മുഖത്തെ, അതും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ആ കസേരയിൽ തൽക്കാലത്തേക്ക് ഇരുത്തിയെന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷനാകാൻ ശ്രമിച്ചപ്പോൾ അതിശക്തമായ എതിർപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും നെഹ്റു കുടുംബത്തിൽ നിന്നും ഉണ്ടായത്. കാരണം തരൂരിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറ്റിയിരുത്തിയാൽ അദ്ദേഹം അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിക്കൊടുക്കില്ല. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ട സമയത്ത് കസേരയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ കോൺഗ്രസിൽ കസേര കിട്ടൂ. അങ്ങനെ ഒരു കസേര കിട്ടിയ ആളാണ് മല്ലികാർജുന ഖാർഗെ. അന്തരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അത്തരത്തിൽ ഉള്ള ആളായിരുന്നു. ബെൽഗാവിയിലെ കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ ഏറെക്കുറെ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ ചുക്കാൻ ഏന്തുമെന്ന് ഉറപ്പായിരുന്നു. ബെൽഗാവി സമ്മേളനം സംഘടിപ്പിച്ചത് തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രിയങ്കയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വഴിയൊരുക്കാൻ വേണ്ടി തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി ഇനി പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നോക്കും, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് നടത്തുന്ന, ഇന്ത്യ സഖ്യം നടത്തുന്ന പോരാട്ടങ്ങൾക്ക്, പാർലമെൻ്ററി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ സംഘടനാപരമായ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സംഘടനാപരമായ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയുടെ ചുമലിൽ വന്നു വീഴും. പണ്ട് ഇങ്ങനെയായിരുന്നു. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. കാരണം ഇതിനു മുമ്പും നെഹ്റു കുടുംബത്തിൽ നിന്ന് അങ്ങനെ രണ്ട് കോൺഗ്രസ് പ്രസിഡന്റുമാർ, അല്ലെങ്കിൽ ഒരാൾ പ്രധാനമന്ത്രി മറ്റൊരാൾ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന രീതിയിലുള്ള ഒരു സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. 2029 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നാണ് നെഹ്റു കുടുംബവും കോൺഗ്രസും വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം എല്ലാ രംഗങ്ങളിലും വേണ്ടത്. അപ്പോൾ സംഘടനയിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി വന്നെങ്കിൽ മാത്രമേ സംഘടന പൂർണ്ണമായും രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കൂ. 2029 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർലമെൻ്ററി രംഗത്തെ രാഹുലിൻ്റെ പോരാട്ടവും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തെ കോൺഗ്രസിൻ്റെ ശക്തിയായ പ്രവർത്തനം, ഇത് രണ്ടും കൂടി ചേർന്ന് വേണം 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സിന് ഒരു അസറ്റായി വേണ്ടതെന്നാണ് നെഹ്റു കുടുംബം അഥവാ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനെയാക്കണമെന്നുള്ള നിർദ്ദേശം നെഹ്റു കുടുംബത്തോട് വളരെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തത്വത്തിൽ പ്രിയങ്ക ഗാന്ധി സമ്മതിച്ചിട്ടുമുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ നിന്നും മത്സരിച്ച് റായ്ബറേലിയിൽ നിന്നും മത്സരിച്ചാണ് പാർലമെൻറ്റിലെത്തിയത്. ഇനി രാഹുൽ ചെയ്യുന്നത് റായ്ബറേലിയും പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതിലായിരിക്കും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുക. പാർലമെൻറ്റിലെ പോരാട്ടങ്ങൾ, ഇന്ത്യ സഖ്യത്തിൻ്റെ കൂട്ടിയോജിപ്പിക്കലുകൾ, ഇന്ത്യ സഖ്യത്തിലേക്ക് പുതിയ രാഷ്ട്രീയ കക്ഷികളെ അടുപ്പിക്കുക, നിലവിലുള്ളവയെ കൂടുതൽ ശക്തിയായി നിലനിർത്തുക, മമതാ ബാനർജിയും സ്റ്റാലിനും ഒക്കെ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി താൻ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് രാഹുൽ ഗാന്ധി ഇനി ചെയ്യാൻ പോകുന്നത്. അതേസമയം സംഘടനാ സംവിധാനം ഏതാണ്ട് ഇനി പൂർണ്ണമായും പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിൽ അമരും. വയനാട് പോലുള്ള സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് 4 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചതുകൊണ്ട് മണ്ഡലം നോക്കി ബന്ധപ്പെടേണ്ട കാര്യമൊന്നും ഇനി പ്രിയങ്ക ഗാന്ധിക്കില്ല. ഇന്ത്യ മുഴുവൻ നടന്ന് കോൺഗ്രസ് സംഘടനയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, വീണ്ടും കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് മുന്നിലുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ അതേ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് ഇതെല്ലാം വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനും കോൺഗ്രസിന് പുതിയ ശക്തിയും കരുത്തും പ്രദാനം ചെയ്യാനുള്ള നീക്കങ്ങളുമായി ഇനി പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് വരുന്ന 2025 തന്നെ പറഞ്ഞു കേൾക്കുന്നത് 2025 മധ്യത്തോടെ തന്നെ കോൺഗ്രസിൻ്റെ വേറൊരു പ്ലീനം, അതും ഗുജറാത്തിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്ലീനം അല്ലെങ്കിൽ പുതിയൊരു സമ്മേളനം ചേരുമെന്നും ആ സമ്മേളനത്തിൽ വെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 2025 ജൂൺ അവസാനത്തോടെ അല്ലെങ്കിൽ ആഗസ്റ്റോടെ ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമാകുമെന്നും അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനം നടക്കുന്ന ബീഹാറിലും ഡൽഹിയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് കൂടുതൽ കരുത്തോടെയും കൂടുതൽ പ്രാഗൽഭ്യത്തോടെയും അത്തരം തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാനുള്ള ഒരു സംവിധാനവും അല്ലെങ്കിൽ ഒരു അന്തരീക്ഷവും ഉണ്ടാക്കുക എന്നാണ്
പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും ദൗത്യമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഏതായാലും രാഹുൽ ഇനി ശ്രദ്ധിക്കുക പാർലമെൻ്ററി രംഗത്തും, പ്രിയങ്ക ഗാന്ധി ഇനി ശ്രദ്ധിക്കുക സംഘടനാ രംഗത്തുമായിരിക്കും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി പ്രിയങ്കയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമ്പോൾ പാർലമെൻറ്റിലെ കോൺഗ്രസ് അല്ലെങ്കിൽ പാർലമെൻ്ററി പൊളിറ്റിക്സ് രാഹുലിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അങ്ങനെ രണ്ടിടത്തും നെഹ്റു കുടുംബത്തിലെ പുതിയ തലമുറക്കാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇനി കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ രണ്ട് ദ്വന്ദ്ങ്ങളായിരിക്കും എല്ലാ കാര്യവും തീരുമാനിക്കുക.